ഹലോ, മലയാളികൾക്ക് സാക്ഷരത കൂടിപ്പോയോണ്ടാണോ എന്നറിയത്തില്ല. പറ്റിക്കപ്പെടുന്നവരിലും കൂടുതൽ മലയാളികളാണ്. അതിനി 10-30 വർഷം മുമ്പ് വന്ന ആട് തേക്ക് മാഞ്ചിയോ ആണെങ്കിലും ടോട്ടൽ ഫോർ യു ആണെങ്കിലും സേഫ് ആൻഡ് സ്ട്രോങ് ആണെങ്കിലും എപ്പോഴും മലയാളികൾ കാശ് കൊണ്ടിടും, പറ്റിക്കപ്പെടും. ആ കാര്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. പുതിയ കമ്പനികൾ പുതിയ പേരിൽ വരും, മലയാളി കാശിടും, അവർ പറ്റിച്ചുകൊണ്ട് പോകും. അത് തന്നെയാണ് കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആട് തേക്ക് മാഞ്ചിയത്തിന്റെ കാര്യം ഭയങ്കര കോമഡിയാണ്. ഇവിടെ കൃഷിസ്ഥലങ്ങളെല്ലാം നികത്തി പ്ലോട്ടുകളാക്കി വിറ്റ് റിയൽ എസ്റ്റേറ്റിലൂടെ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളുടെ ഇടയ്ക്കോട്ടാണ് ആട് തേക്ക് മാഞ്ചിയംകാരെത്തിയത്. അവർ പറഞ്ഞു, നിങ്ങൾ കൃഷിസ്ഥലങ്ങൾ നികത്തി കാശുണ്ടാക്കിയില്ലേ, ആ കാശ് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോയി കൃഷി ചെയ്ത് അതിന്റെ ലാഭം നിങ്ങൾക്ക് തരാം. 1000 രൂപ ഇട്ട് 5 ഇരട്ടി 10 ഇരട്ടി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തരാമെന്നായിരുന്നു അവരുടെ വാഗ്ദാനം. ഇവര് കാശിടുമ്പോൾ നീലഗിരി കുന്നുകളിൽ തേക്ക് നടും, നിലമ്പൂർ കാടുകളിൽ മാഞ്ചിയം നടും, പിന്നെ ഏതൊക്കെയോ ഇണ്ടിണ്ടാക്കുഴിയിൽ ആടിനെ വളർത്തും. ഒരു യൂണിറ്റിന് വെറും 1000 രൂപയുള്ളൂ. ഈ ആട് പെറ്റുപെരുകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ തേക്ക് മാഞ്ചിയത്തിന്റെ ഒക്കെ വണ്ണം കൂടുന്നതനുസരിച്ച് ഇവരുടെ ലാഭം കൂടിക്കൊണ്ടിരിക്കും. അതായത് ഒരു 5-10 വർഷം കഴിയുമ്പോൾ 5 ഇരട്ടിയോ 10 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ലാഭം എടുത്തുകൊണ്ട് പോകാം. ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് തുച്ഛമായ ഒരു സർവീസ് ചാർജ് മാത്രം തന്നാൽ മതി, ബാക്കി എല്ലാം നിങ്ങൾക്കാണ്. 1000 രൂപയുടെ ഒരു യൂണിറ്റ് എന്ന് കേട്ടപ്പോൾ മലയാളികൾ 10ഉം 20ഉം 50ഉം 100ഉം ഒക്കെ അങ്ങ് എടുത്തു. എന്തായാലും 5 വർഷം കഴിയുമ്പോൾ 10 ഇരട്ടിയായിട്ട് വാങ്ങാനുള്ളതല്ലേ, കിടക്കട്ടെ കുറച്ചെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചധികം പേര് ഡിസ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആട് തേക്ക് മാഞ്ചിയംകാർ പറഞ്ഞു, തേക്കും മാഞ്ചിയൊക്കെ കരിഞ്ഞു പോയി, ആട് നാട് വിട്ടുപോയി. അപ്പൊ ആ ദുഃഖം അടക്കാൻ വയ്യാതെ ഞങ്ങൾ തീർത്ഥാടനത്തിന് പോവുകയാണ്. അങ്ങനെ കോടികൾ തട്ടിച്ചുകൊണ്ട് ആട് തേക്ക് മാഞ്ചിയംകാർ സ്ഥലം കാലിയാക്കി. പിന്നെ അതിനുശേഷം കുറച്ച് പേര് കേസും കൂട്ടമൊക്കെ കൊടുത്തു. ഇപ്പോൾ 100 പേര് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 20 പേരോ 30 പേരോ കേസ് കൊടുക്കും. കാരണം ബാക്കിയുള്ളവരുടെ കള്ളപ്പണമായിരിക്കാം, അതല്ലെങ്കിൽ ഇത്തരം കേസുകളുടെ പുറകെ നടക്കാൻ അവർക്ക് സമയമില്ലായിരിക്കാം, താല്പര്യമില്ലായിരിക്കാം. എന്തായാലും ആ കേസിന്റെ കാര്യമൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ആട് തേക്ക് മാഞ്ചിയംകാർക്ക് എതിരെ ശിക്ഷയൊന്നുമില്ല. അങ്ങനെ ആരും ശിക്ഷിക്കപ്പെട്ടായിട്ട് അധികം കേട്ടിട്ടുമില്ല. ടോട്ടൽ ഫോർ യുവിന്റെ ശബരിനാഥും മറ്റും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എവിടെയാണെന്നറിയില്ല. എന്തായാലും ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നവർ രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോളും ഇട്ടിട്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. അപ്പൊ പിന്നെ അവരെ ശിക്ഷിക്കാനുള്ള പരിപാടി നടക്കില്ല. അവർക്ക് വേണ്ടി ഇത്രയും കോടികൾ അവരുടെ കയ്യിൽ ഇരിക്കുകയില്ലേ. അപ്പൊ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന അഡ്വക്കേറ്റ്സും വരും, അവർക്ക് വേണ്ടി വാദിക്കും, അവർ രക്ഷപ്പെട്ടു പോകും. അത്രേ ഉള്ളൂ സംഭവം. ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കുന്നത് ഓൺലൈൻ തട്ടിപ്പാണ്. മുമ്പ് പേപ്പറിലെ പരസ്യം കണ്ടാണ് നമ്മൾ പറ്റിക്കപ്പെട്ടിരുന്നെങ്കിൽ, മുമ്പ് ചെറിയ സിനിമാസ് സീരിയൽ നടന്മാരോ നടിമാരോ ഒക്കെ പരസ്യത്തിലൂടെ വന്നാണ് നമ്മളെ പറ്റിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഒക്കെയാണ് പറ്റിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകൾ വന്നിട്ടുണ്ട്, ഓൺലൈൻ റമ്മി വന്നിട്ടുണ്ട്. ജംഗ്ലി റമ്മി പോലുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്തായാലും റമ്മി കളിക്ക് ഇവിടെ പ്രത്യേകിച്ച് നിരോധനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത് അമ്പലപ്പറമ്പിലെ മുച്ചീട്ട് കളിക്കാരന് മാത്രമേ പിടിച്ചുകൊണ്ടുപോയി കൂമ്പിനിട്ട് അടിച്ച് ജയിലിലടയ്ക്കാനുള്ള നിയമമുള്ളൂ. ഓൺലൈൻ മുച്ചീട്ട് കളി നടത്തുന്നവർക്കെതിരെ നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ സുഭിക്ഷിതം നടത്തുന്നുണ്ട്. കുറെ പേര് പറ്റിക്കപ്പെടുന്നുണ്ട്, കുറെ പേരുടെ കാശ് പോകുന്നുണ്ട്, കുറെ പേരുടെ ലക്ഷങ്ങൾ പോയിട്ട് ആത്മഹത്യയും ചെയ്യുന്നുണ്ട്. എല്ലാം അതിന്റെ രീതിക്ക് നടക്കുന്നുണ്ട്. പിന്നെ കാശ് വാങ്ങി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. ലക്ഷങ്ങൾ ഓഫർ ചെയ്യുമ്പോൾ ആരാ വേണ്ടെന്ന് വെക്കുക. വീട്ടിലേക്ക് വരുന്ന ലക്ഷ്മിയെ പുറംകാലം കൊണ്ട് തട്ടി എറിയരുതെന്നല്ലേ പ്രമാണം. പിന്നെ പരസ്യത്തിന്റെ തുടക്കവും ഒടുക്കവും റിസ്കുകൾ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടിയും തീർന്നു. പിന്നെ ഒന്നും അറിയാത്ത പോലെ സൈഡിലൂടെ പൊടിയും തട്ടി പോകാം. അപ്പൊ ഇങ്ങനെയുള്ള ഓൺലൈൻ ട്രേഡിംഗ് ആപ്പും ഓൺലൈൻ ഗെയിംസും ഓൺലൈൻ ഫ്രോഡ് തട്ടിപ്പ് ആപ്പുകൾ വരുമ്പോൾ ആദ്യം കുറച്ച് സ്മാർട്ടായിട്ടുള്ളവർ ചെന്ന് ചേരും, അവർ ലാഭം ഉണ്ടാക്കും. അവരാണ് യഥാർത്ഥ കഴുതകളെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ യഥാർത്ഥ കഴുതകൾ കുറെ പേരായി കഴിഞ്ഞാൽ, കുറെ കോടികൾ പോക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികൾ നൈസായിട്ട് പൊടിയും തട്ടി സ്ഥലം വിടും. അടുത്ത പേരിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ പുതിയ കളികളായിരിക്കും വരുന്നത്, പുതിയ രീതിയിലുള്ള ട്രേഡിങ്ങും പുതിയ രീതിയിലുള്ള ഗെയിംസും പുതിയ രീതിയിലുള്ള തട്ടിപ്പും ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവന്മാർക്ക് മുമ്പ് പറ്റിയ കഴുതകൾ തന്നെ മിക്കവാറും പിന്നെയും ചെന്ന് ചാടും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, എന്നെ പറ്റിച്ചോ എന്നും പറഞ്ഞ് ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുമ്പോൾ സർക്കാർ എന്തോ ചെയ്യാനാണ്? കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരാം. ആ നിയമങ്ങളും പാലിക്കപ്പെടുന്നുണ്ട് എന്ന് എത്ര ഉറപ്പാക്കാൻ പറ്റും? അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അമ്പലപ്പറമ്പിൽ മുച്ചീട്ട് കളിക്കാനെ പിടിച്ച് കൂമ്പിലിട്ട് ഇടി കൊടുക്കുന്ന പോലെ എളുപ്പമല്ല ഹൈടെക് ആപ്പിലൂടെ തട്ടിപ്പ് നടത്തുന്നവരെ പിടിക്കാനും അവരെ ശിക്ഷിക്കാനും. അവർ രക്ഷപ്പെടാനുള്ള വഴികൾ നേരത്തെ അന്വേഷിച്ചു വെച്ചിട്ടാണ് ഈ പരിപാടിക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇപ്പോൾ പുതിയ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകൾ കുറേ എണ്ണം വന്നിട്ടുണ്ട്. യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവർ കാശ് മേടിച്ച് നിങ്ങളെ പറ്റിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. സർക്കാരിൻ്റെ അടുത്ത് എന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ SFIOക്കാരെ ഒതുക്കാൻ
എന്തു ചെയ്യണം എന്ന് ചിന്തിച്ച് തലപോഞ്ഞിരിക്കുകയാണ്. അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് ഒരു IT കമ്പനി പോലും തുടങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ ഇപ്പോൾ. എന്തു ചെയ്യാനാ അല്ലേ? താങ്ക് യു.